ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യ പാദം കഴിഞ്ഞു. ഫസ്റ്റിലെ മാച്ച്, അതായത് PSG ബയൺ നമ്മൾ കാണുമ്പം ഒരു ഗോൾ നിറഞ്ഞൊരു മത്സരമാണ്. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പം 2 പെനാൽറ്റി ഗോളുകൾ, അതിലപ്പുറത്തേക്ക് ആളുകൾക്ക് ഭയങ്കര നിരാശയാണ്. നമ്മൾ ട്രോൾ പേജുകളും അല്ലെങ്കിൽ ബാക്കി കണ്ടന്റ് പേജുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഒരു ഉറക്കം തൂങ്ങിയ ഒരു ഉറക്കച്ചടവ് എന്നൊരു മത്സരം എന്ന് പറയുന്നുണ്ട്. ബേസിക്കലി നമുക്ക് നോക്കുമ്പോൾ നല്ല പ്ലെയേഴ്സുള്ള 2 ടീമുകളാണ്. അത്ലറ്റിക്കോ ആയാലും നല്ലൊരു യങ് പ്ലെയേഴ്സിന് നേരെയാണ്. RSL മറുപുറത്ത് അത്യാവശ്യം നല്ല പ്രീമിയർ ലീഗിലൊരു ടൈറ്റിൽ റേസിൽ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സ്ക്വാഡാണ്. ഒന്നുകൂടി നല്ലൊരു ഫുട്ബോൾ പ്രതീക്ഷിച്ചെങ്കിലും ഗോളുകളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. എന്തായിരുന്നു ബേസിക്കലി ഒരു മത്സരത്തിൻ്റെ ആകെ ഒരു വിലയിരുത്തൽ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ ആഴ്സണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി പ്രതീക്ഷിക്കണോ നല്ലൊരു അറ്റാക്കിങ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു ഫാൻസ് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ബയൺ PSG നമുക്കറിയാം, കാരണം 2 മോൾ ഔട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന 2 ടീമുകളാണ്. അപ്പോൾ അവർ ഒബ്വിയസ്ലി വരുമ്പോൾ ഈ 2 ടീമുകളും വരുമ്പോൾ അവർ ഹൈ കളിച്ചിട്ട് തന്നെ അവർ മുന്നേറുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ആഴ്സണൽ അത്ലറ്റിക്കോ ഇപ്പോൾ ഫാൻസിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹറാം ബോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഫാൻസ് പറയുന്നൊരു സംഭവമായിരുന്നു ഈ 2 മാച്ച് എന്ന് പറയുന്നത്. ഈ മാച്ചിൽ കളിക്കാമായിരുന്നു അവർക്ക്, അതായത് ഒരു മൂവ്മെൻറ്റ്സ് പലപ്പോഴും മിസ് ഔട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഡിഫൻസ് സോണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് തേർഡിൽ നിന്ന് അറ്റാക്കിംഗ് തേർഡിലോട്ട് പോകുന്ന ബോള് 2 സൈഡൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇത് പിന്നെ ലൈക്ക് നമ്മൾ ഈ PSG ബയൺ എന്നുള്ള മാച്ച് വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ടൈമിലും ബോൾ ഉണ്ടായിരുന്ന ഒരു സോൺ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് തേർഡിൽ, 2 ടീമിൻ്റെ അറ്റാക്കിംഗ് തേർഡിൽ. പക്ഷേ ഈ ഒരു മാച്ചിൽ എത്രത്തോളം ബോൾ അറ്റാക്കിംഗ് തേർഡിൽ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ആഴ്സണലിൻ്റെ അവരുടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പറയുകയാണെങ്കിൽ വെറും 2 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമാണ് ആഴ്സണൽ അടിച്ചിട്ടുള്ളത്. അതും ഒന്ന് യോക്രസ് എടുത്ത പെനാൾട്ടി. അത് കഴിഞ്ഞിട്ട് മസ്കര സബ്ബായി ഇറങ്ങേണ്ടി വന്നു ആ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര മാത്രമേ ആഴ്സണലിൻ്റെ അറ്റാക്കും പോയിട്ടുള്ളൂ. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ആഴ്സണലും അത്ലറ്റിക്കോ മാഡ്രിഡും എല്ലാം ഒരു 50-50, ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവരുടെ പാസസ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഇതാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് കുറച്ചും കൂടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൂടുതലുണ്ട്. പക്ഷേ ഇനി പൊസഷൻ ബേസ്ഡ് നോക്കുകയാണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് വലിയൊരു ഡിഫറൻസ് ഈ 2 ടീമുകളും തമ്മിലില്ല. സ്റ്റാർട്ടിങ്ങിൽ ആഴ്സണലാണ് ആക്ച്വലി ഗെയിം കൺട്രോൾ ചെയ്യാൻ നോക്കിയത്. പക്ഷെ പിന്നെ ആ ടൈമിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്ഥിരം ഒരു മിഡ് ബ്ലോക്ക് എന്നുള്ള ആ ഒരു ടോണിലോട്ട് പോയി. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് പതുക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച ആ ബോക്സിലൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് പിന്നീട് അവിടെ ഒരു പെനാൾട്ടി ആഴ്സണലിൽ കൺസീഡ് ചെയ്യേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ചു. പക്ഷെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എനിക്ക് തോന്നുന്നു പിന്നെയും ആഴ്സണലിന് ഒരു അറ്റാക്കിന് പോയിട്ടുണ്ടായിരുന്നു, ആ എസ് ഇറങ്ങിയ ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് മാച്ചിൻ്റെ ഒരു ടോണ് പോയിട്ടുണ്ടായിരുന്നത്. 2 ടീമും അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇപ്പോൾ നമുക്കറിയാം മത്സരത്തിൽ ഒരു ഇമോഷണൽ കണക്ഷൻ വെച്ച് കളിച്ചൊരു പ്ലെയർ ഗ്രീസ്മാൻ ആയിരിക്കും. ഒരു പക്ഷേ മെട്രോപൊളിറ്റാനോയിലെ അയാളുടെ അവസാനത്തെ UCL മത്സരം എന്നുള്ളൊരു വികാരം അയാൾക്കുണ്ട്. നമ്മളൊരു മാച്ചിന് തുടങ്ങും മുമ്പ് UCLന്റെ ഒഫീഷ്യൽ ആന്തം വരുമ്പം ആള് സ്റ്റേഡിയം മൊത്തം വാച്ച് ചെയ്യാണ്. അതായത് തൻ്റെ ഒരു അവസാനത്തെ മാച്ചാന്നുള്ള ഒരു വികാരം അയാൾക്ക് ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് ഹി പെർഫോംഡ് വെൽ, നന്നായി കളിച്ചു. മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചൊക്കെ ആയി. അത് ഒരു സൈഡ്. പക്ഷേ നമ്മൾ ആർസണലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആർസണലിൽ ആർക്കെങ്കിലും നമ്മൾ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കണമെങ്കിൽ അത് ഡേവിഡ് റായ്ക്ക് കൊടുക്കണം എന്നുള്ളത് ബേസിക്കലി എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് അതായത് അത്ലറ്റിക്കോ ഗോൾ എന്ന് ഉറപ്പിച്ച ഷോട്ടുകൾ പലതും റേയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ മാത്രം പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ റേയുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? റയാണ് ആക്ച്വലി ഇന്നലെ റയയുടെ ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിക്കേണ്ട മാച്ചാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രീസ്മാൻ നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഗ്രീസ്മാൻ്റെ കൺവേർഷൻ പോസിബിൾ ആവാത്ത നിന്നത് ബിക്കോസ് ഡേവിഡ് റായ വാസ് ദേർ. ഒരു ചാൻസ് എനിക്ക് തോന്നുന്നു ക്രോസ് ബാർ ഹിറ്റ് ചെയ്തിട്ടാണ് പോയത്, ബട്ട് അതും ഒരു ചെറിയൊരു ഇഞ്ചിന് വ്യത്യാസത്തിനാണ് അത് പുറത്തു പോയത്. അപ്പോൾ ഗ്രീസ്മാൻ ഈ പറഞ്ഞ പോലെ ഏതൊരു പ്ലെയറിനും അത്രയും കാലം, കാരണം ആൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ 2 പ്രാവശ്യമായിട്ട് കളിച്ചൊരു പ്ലെയറാണ് ഗ്രീസ്മാൻ. അപ്പോൾ ഇത്രയും കാലം സ്ക്വാഡിൽ ഉണ്ടാകുന്ന ഒരാൾ പെട്ടെന്ന് ലൈക്ക് UCL ലാസ്റ്റ് മാച്ച് എന്നൊക്കെ പറയുമ്പോൾ അത് ഒബ്വിയസ്ലി അവർക്ക് ഫീലിങ്സ്, ഇമോഷൻസ്, കാര്യങ്ങൾ അറിയാലോ. പിന്നെ ഈ ഡേവിഡ് റായിൻ്റെ കാര്യം പറയുമ്പോൾ ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫോർ ഗ്രീസ്മാൻ ഐ തിങ്ക് ഡേവിഡ് റായാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം ജയിക്കുന്നതിൽ നിന്ന് അത് തടഞ്ഞത് ഡേവിഡ് റായ തന്നെയാണ്. ലൂക്ക്മാൻ്റെ എനിക്ക് തോന്നുന്നു 2 സേവ്സ് കണ്ടിന്യൂസ്ലി. അതിന് ഗബ്രിയലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് ഗ്രീസ്മാൻ ആണോ ലൂക്ക്മാൻ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ലൂക്ക്മാൻ്റെ 2 സേവ്സ് ഡേവിഡ് റായ നടത്തിയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 68 മിനിറ്റ് ആ ഒരു ടൈമിൽ
ആ ഒരു സേവ് എന്ന് പറയുന്നത് ബ്രില്യൻ സേവ്. കാരണം ഡേവിഡ് റായൻ്റെ പൊസിഷനിങ് നോക്കണം ആ ടൈമിൽ. ലുക്മാൻ തന്നെ അല്ലായിരുന്നു അത്. ഡേവിഡ് റായൻ്റെ പൊസിഷനിങ് നോക്കണം. ആ പൊസിഷനിങ്ങിൽ ഡേവിഡ് റായ, അതായത് ആ പൊസിഷനിങ്ങിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഷോട്ട് വരുമ്പോൾ ഒരു ഗോൾ കീപ്പറിന് അത്രയും ഫ്ലെക്സിബിലിറ്റി, ഒബ്വിയസ്ലി എലൈറ്റ് പ്രൊഫഷണൽ ലീഗിൽ കളിക്കുന്നതാണ്, അവർക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പക്ഷേ പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല. അത് ഡേവിഡ് റായ ചെയ്തത് എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സോ ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫോർ ഗ്രീസ്മാൻ, ഐ തിങ്ക് ഡേവിഡ് റായ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ലെഗിൻ്റെ ഒരു കേസ്, സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ കാരണം മത്സരം എമിറേറ്റ്സിലാണ്. പക്ഷേ എമിറേറ്റ്സിൽ ഇറങ്ങുമ്പോൾ 2 സീനാരിയോ നമുക്ക് ചിന്തിക്കണം. ഒന്ന്, ആർസനലിൽ സ്വാഭാവികമായിട്ടുമുള്ള പ്രീമിയർ ലീഗിൻ്റെ പ്രഷറുമായിട്ടാണ് ഇറങ്ങുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ ജയിച്ചിട്ടില്ല എന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. ഈ വർഷം ഒരു കിരീടം നേടണമെന്ന് ആർട്ടറ്റയ്ക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് മുതലെടുത്ത് കളിക്കാനായിരിക്കും ആർസനൽ ഇറങ്ങുക. നേരെ അപ്പുറത്ത് സിമിയോണി വരുന്നത് 10-13 വർഷം അത്ലറ്റിക്കോയെ നയിക്കുന്നു, 2 വട്ടം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തുന്നു, 14 എത്തി 16 എത്തി. പക്ഷേ നേരിയ വ്യത്യാസത്തിൽ ഒന്നൊരു പെനാൽറ്റി ഷൂട്ടൗട്ടാണ്, ഒന്നൊരു ലാസ്റ്റ് മിനിറ്റ് ഗോളാണ്, കപ്പുകൾ നഷ്ടമാണ്. അപ്പോൾ ഈ വർഷം ഇനി സിമിയോണിക്ക് നേടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ്. കോപ്പ ഡെൽ റേ കഴിഞ്ഞു, ലാ ലീഗ് ഓൾമോസ്റ്റ് കൈവിട്ടു, ഇനി ഒരു ചാൻസസേ ഇല്ല. അപ്പോൾ ഇനി ആകെയുള്ള ഒരു ഓപ്ഷൻ ചാമ്പ്യൻസ് ലീഗാണ്. ആൻഡ് സ്വന്തം ഹോമിലൊരു സമനിലയായിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സിമിയോണിക്ക് ഒരു ടാക്റ്റിക്കൽ അപ്രോച്ച് ഉണ്ടാവും. ഒരു ഗോളെങ്കിലും ഒരു ഗോൾ അടിക്കുന്നു, ആൻഡ് തൻ്റെ സ്ഥിരം പതിവ് ഒരു മിഡ് ബ്ലോക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു ലോ ബ്ലോക്ക് ഇട്ടിട്ട് കളി ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 2 ടീമിനും ഇതൊരു ഡിസിസീവ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും. അപ്പം എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു സെക്കൻഡ് ലെഗിലേക്ക്? ഇപ്പോൾ ഈ സിമിയോണിൻ്റെ ഒരു ടാക്ടിക്കൽ അപ്രോച്ച് പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫസ്റ്റ് ലെഗ് തന്നെ സ്റ്റാർട്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിയോണെ, അതായത് ഒരു മിഡ് ബ്ലോക്ക് എന്നുള്ള രീതിയിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, കംപ്ലീറ്റ്ലി അവർ ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു പെനാൽറ്റി അവർക്ക് ലഭിക്കുന്നത്. ആ സിമിയോണെ എന്ന് പറയുന്ന കോച്ച്, എനിക്ക് ആളെയിൽ ഇഷ്ടപ്പെട്ടൊരു എലമെൻറ്റ് എന്താണെന്ന് അറിയുന്നത്, ഇനിയിപ്പോൾ ബാർസയ്ക്കെതിരെയുള്ള റൈവലറിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് ദ ഗെയിമാണ് ആളുടെ അഡാപ്റ്റേഷൻ. ഒരു പ്രത്യേക പ്രീസെറ്റ്, അതായത് ആ ഒരു പ്ലെയേഴ്സിനെ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കളിപ്പിക്കുന്ന ആ ഒരു മെത്തേഡല്ല, ഇൻസൈഡ് ദ ഗെയിം എങ്ങനെയാണോ ഗെയിം പോകുന്നത് അതിനനുസരിച്ച് ആളിങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ആണെങ്കിൽ ഒരു പാസീവ് ഡിഫെൻഡിങ് ആയിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെ പ്രത്യേക പ്രസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും ഡിഫെൻസ് മെത്തേഡ് തന്നെയായിരുന്നു, ഡിഫെൻഡിങ് തന്നെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും കൂടെ കോൺഫിഡൻറ്റ് ചെയ്തിട്ടായിരുന്നു, അതായത് ആ പാസിൽ നിന്ന് മാറി ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ സിമിയോണെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് സിമിയോണെ എന്നുള്ള കോച്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഇവർ മെട്രോപൊളിറ്റാനോ മാറിയിട്ട് എമിറേറ്റ്സ് എന്നുള്ള ആ ഒരു സ്റ്റേഡിയത്തിലോട്ട് വരുമ്പോൾ ഫാൻസിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കറിയാം. ഒബ്വിയസ്ലി ആ ഒരു എൻകറേജ്മെൻറ്റ് വരുമ്പോൾ ആർസനലിന് ഒരു പുള്ള് തന്നെയാണ്. പക്ഷെ അവിടെ പറയാനുള്ളത്, ആർസനൽ വൻ പ്രഷറിലാണ്, പ്രഷറിൻ്റെ പീക്കിലാണ്. വാട്ട് പ്രഷർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ പ്രഷറിൻ്റെ പീക്കിലാണ് ആർസനൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എല്ലാ കളിയും ജയിക്കണം, പ്രീമിയർ ലീഗിൽ എല്ലാ കളി ജയിക്കും വേണം, ആൻഡ് അവർക്ക് ഗോൾ ഡിഫറൻസും വേണം. കാരണം അല്ലെങ്കിൽ മേ ബി സിറ്റി ആർസനൽ ഹെഡ് ടു ഹെഡും പിന്നെ പ്ലേ ഓഫ് വരെ കളിക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ആർസനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആർസനൽ നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ പ്രഷർ എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. അതുതന്നെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ലെഗിൽ ആ ഒരു പ്രഷറാണ് അവിടെ ആ ഒരു എഫക്റ്റ്, ആ ഒരു കളിയിൽ ത്രൂ ഔട്ട് ആ ഒരു പ്രഷറിൻ്റെ എഫക്റ്റ് അവരുടെ ഇതിലുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു മറ്റേ ആർട്ടേറ്റ 3 ഫോർവേഡ്സിനെ മാറ്റി, യോക്കറേസിനെ മാറ്റി, ദെൻ ആരുണ്ടായിരുന്നു, മാർട്ടിനെല്ലിനെ മാറ്റി, പിന്നെ ട്രൊസാഡിനെ ഇറക്കുന്നു, സാക്കിനെ ഇറക്കുന്നു, ഗബ്രിയൽ ജീസസിനെ ഇറക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആ ഒരു ടൈമിൽ 3 സബ്സ്റ്റിറ്റ്യൂഷനെ മാറ്റുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവർ നല്ല ഓൾ ഔട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് അറ്റാക്കിൽ വരുമെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രൊസാഡൊക്കെ ഫസ്റ്റ് ഇറങ്ങിയ ടൈമിൽ തന്നെ മിസ് പാസ് വരുന്നുണ്ട്, വെറുതെ മിഡ്ഫീൽഡിൽ ഒരു 360 എന്തോ ചെയ്തിട്ട് ബോൾ മൊത്തത്തിൽ മിസ്സായി പോയി, വീണ്ടും അത് അത്ലറ്റിക് ഒരു ചാൻസ് ആയിട്ട് ക്രിയേറ്റ് ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആർസനൽ ഇത്രയും പ്രതികൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ആർസനൽ നേരിടും ആ ഒരു എന്താ പറയുക സെക്കൻഡ് ലെഗിലോട്ട് വരുമ്പോൾ എന്നുള്ളത് നോക്കി കാണേണ്ടൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ മസ്കരക്ക് പകരം ബ്രെൻ വൈറ്റിനെ ഇറക്കിയതും ആളുകൾ ചോദിക്കുന്നൊരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും നേരം ആളെ കളിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാരണം പെനാൾട്ടി വന്നത് ആളുടെ ഹാൻഡ് ബോളിൽ നിന്നാണ്. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ആർസനലിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുണ്ട്. എനിക്ക് ആർസനലിൻ്റെ പലപ്പോഴും ഫീൽ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ
മിഡ്ഫീൽഡേഴ്സിനെ, അതായത് അവർക്ക് ഇപ്പോൾ നിലവിലുള്ള മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് മാറ്റി നിർത്തി അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തിലുള്ള മിഡ്ഫീൽഡേഴ്സ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണ്. ഏസെ ഉണ്ട്, അതേപോലെ തന്നെ ഡെക്ലൻ റൈസ് ഉണ്ട്. ഡെക്ലൻ റൈസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, വി നോ അബൌട്ട് ഡെക്ലൻ റൈസ്. ഇനി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒഡേഗാർഡ് ഉണ്ട്, സുബിമെൻറ്റി ഉണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു മിഡ്ഫീൽഡ് ത്രൂ അവരെന്താണ് ഗെയിം, ഇന്നലെ നോക്കുകയാണെങ്കിൽ ഡെക്ലൻ റൈസ് ആണ് ഒരു ഫസ്റ്റ് ഹാഫിൽ പെർഫോമൻസ് അടിപൊളിയായിട്ട് ആളുടെ ത്രൂ ആണ് ടെമ്പോ കാര്യങ്ങളൊക്കെ പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ കളി മോശമായി എന്നല്ല, ബട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഡെക്ലൻ റൈസിൻ്റെ. പക്ഷെ എന്തുകൊണ്ട് അവർ ആ മിഡ്ഫീൽഡിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് കളിക്കുന്നില്ല? അതായത് പ്രോപ്പർ അറ്റാക്കിങ് കളിക്കാനുള്ള എല്ലാ എലമെൻസും ഉള്ളൊരു ടീമാണ് ആർസണലിൻ്റെ. ആർട്ടേറ്റ പെപ്പിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു കോച്ചും കൂടെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉള്ള ആളാണ് ആർട്ടേറ്റ. പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല. ആൻഡ് എല്ലാവരും പോലെ ഒരു ഫുട്ബോൾ ഫാൻ, ഞാൻ ഇന്ന ടീമിനെ പറയുന്നില്ല, ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലക്ക് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ആർസണൽ പ്രീമിയർ ലീഗ് ജയിക്കണം. കാരണം എത്ര കാലമായി അവർ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ UCL ജയിക്കണം. എനിക്ക് തോന്നുന്നു ആർസണൽ 2005 ആ ടൈമിലാണ് UCL ഫൈനൽസ് എത്തിയത് ബാഴ്സലോണൻ്റെ എതിരെ. ഒബ്വിയസ്ലി എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, പക്ഷേ ഇതുവരെ ഒരു UCL ഫൈനൽസിൽ പോലും അവർക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ ആസ് എ ഫുട്ബോൾ ഫാൻ ആർട്ടേറ്റഡ് ആർസണൽ ജയിക്കണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് മൂമെൻറ്റിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു ബോട്ടിലിങ്, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി വെച്ചിട്ട് ആ ഒരു പ്രഷർ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിനാരിയോ, ഇതൊക്കെയാണ് ആർസണലിനെ ബാക്കിലോട്ട് വലിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉണ്ട്, ഒരു വിന്നേഴ്സ് മെൻറ്റാലിറ്റി ഉണ്ട്. ഗെയിം ഡൗൺ ആയി നിൽക്കുമ്പോഴും ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്, അല്ലെങ്കിൽ കളിച്ചു നോക്കാം. നമ്മളത് PSG ബയൺ മാച്ചിൽ നമ്മൾ കണ്ടു. 3 ഗോൾ ലീഡായപ്പോഴും ബയൺ ഡിഡ്ന്റ് സ്റ്റോപ്പ്, അവർ ഫൈറ്റ് ചെയ്തു. ആ ഒരു വിന്നേഴ്സ് മെൻറ്റാലിറ്റി നമുക്ക് ആർസണലിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അതായത് കളി നില്ലായി നിൽക്കുമ്പോൾ നിൽ എന്നുള്ള സ്കോറിലും അവർ ഒരുമാതിരി ജയിച്ച് നിൽക്കുന്ന പോലെയാണ് പെരുമാറുന്നത്. കളി ഒരു ഡിഫെൻസീവ് മെൻറ്റാലിറ്റിയിലോട്ട് പോയി ജയിച്ച് നിൽക്കുന്ന പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ആര് കയറുന്ന നമുക്കറിയില്ല, കാരണം ആർക്കും ഒരു അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു സൈഡാണ് ഈ മത്സരം നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ടീം ഫൈനലിലേക്ക് ക്വാളിഫൈ ആണ്. ആൻഡ് അപ്പുറം PSG ആൻഡ് ബയൺ നമുക്കറിയാം, 2 ടീമും അത്രയും അറ്റാക്കിംഗ് സ്ട്രെങ്ത് ഉള്ള ടീമാണ്. ആ സൈഡിൽ നിന്നും ഒരു ടീം ക്വാളിഫൈ ചെയ്യുന്നു. ഫൈനലിലേക്ക് എത്തുമ്പോൾ ബേസിക്കലി ഇതിൽ ഏത് സൈഡിനാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് കൽപ്പിക്കപ്പെടാൻ പറ്റുക? കളി കണ്ടത് വെച്ചിട്ട് ഒബ്വിയസ്ലി PSG ബയൺ സൈഡാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞൊരു സംഭവമാണ്, PSG ബയൺ ആയിരുന്നു ആക്ച്വലി ഫൈനൽസ്. ഈ ഒരു ഫസ്റ്റ് ലെഗിൽ സെമി ഫൈനൽസ് നമ്മൾ കണ്ടതാണ് ആക്ച്വലി ഫൈനൽസ്. ഇനിയിപ്പോൾ ഇവരെ നിന്ന് ആര് കയറി അപ്പുറത്തെ ടീമിലോട്ട്, അപ്പുറത്ത് ഫൈനൽസിലോട്ട് പോയി കഴിഞ്ഞാലും PSG ഖറക്സ്കേലിയ വിനോ, ആൻഡ് അവിടെ ബയണിലുള്ളത് ഒലീസെ, ഇനി ലൂയിസ് ഡിയാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വിങ്ങിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ആർസണലിനും ഒരു പരിധി വരെ ഇമ്പോസിബിൾ ആയിരിക്കും. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് എനിക്ക് തോന്നുന്നു അവരുടെ ഡിഫെൻഡിങ്, അല്ലെങ്കിൽ ഇനി ഈവൻ ദോ പാക് ദവ സംഭവമാണെങ്കിലും അവർക്ക് ആ ഒരു സസ്റ്റെയിനിങ് പവർ ഉണ്ട് ഡിഫെൻഡിങ്ങിൽ. അവരെങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും, ആ ഒരു സംഭവം അവർക്കുണ്ട്. പക്ഷേ ഫൈനൽസിൽ ആലോചിക്കണം, ഒരുപാട് ലെഗൊന്നുമില്ല, ഒറ്റ മത്സരമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ ബാഴ്സലോണയ്ക്കെതിരെ അവർ ഫസ്റ്റ് സ്കോർ ചെയ്ത് പിന്നെ സെക്കൻഡ് ലെഗിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കുന്ന അങ്ങനത്തെ കുറേ സിനാരിയോസ് കണ്ടു. പക്ഷെ ഫൈനൽസിൽ അവർക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇറ്റ്സ് ഡു ഓർ ഡൈ, അവർ ജയിക്കുക അല്ലെങ്കിൽ പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഡു ഓർ ഡൈ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു PSG ബയണിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും അത് പിടിച്ചു നിർത്താന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ. ആൻഡ് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു സംഭവമാണ്, ഈ ആർസണൽ അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിൽ എല്ലാവരും ഹറാംബോൾ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അതും ഇസ് എ കൈൻഡ് ഓഫ് ഫുട്ബോൾ. അതായത് എല്ലാ കോച്ചസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഒരു ഇപ്പോൾ ഇന്നലത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് 2 സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സിമിയോണി അതിൽ പല പ്രാവശ്യം വിജയിച്ചിട്ടുള്ളൊരു കോച്ചും കൂടെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിന് നമുക്ക് കംപ്ലീറ്റ്ലി എന്താ പറയാൻ പറ്റില്ല, അതായത് ഇപ്പോൾ അതെ, ട്രോൾ മെറ്റീരിയൽ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ യൊഹാൻ ക്രൈഫിൻ്റെ ഈ ഒരു PSG ബയൺ മാച്ച് കഴിഞ്ഞതിന് ശേഷം യൊഹാൻ ക്രൈഫിൻ്റെ ഒരു ഒരു കോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, 5-4 ജയിക്കുന്നതാണ് 1-0 എന്നുള്ള സ്കോറിനേക്കാളും ഐ വുഡ് പ്രിഫർ 5-4 എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫുട്ബോളാണ്. പക്ഷേ ഈ ഒരു 1-0 എന്ന് പറയുന്നതും ഫുട്ബോൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് കാണാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് 1-0 എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും എലമെൻറ്റ്സ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഫുട്ബോൾ, ആൻഡ് ഓൺ ദി അതർ സൈഡ് ദിസ് ഈസ് ഓൾസോ ഫുട്ബോൾ.